ബ്രഹ്മലോകം. ബ്രഹ്മലോകം എന്ന് പറയുമ്പോൾ മെൻ്റൽ പ്ലെയിനാണ്. അവിടെ ആദ്യകാല ഋഷീശ്വരന്മാരൊക്കെ സൂപ്പർ പവർ ഉള്ളവരായിരുന്നു. അതായത് അവർക്ക് കാര്യങ്ങൾ മുന്നേ കൂട്ടി അറിയാൻ കഴിയുന്നവരായിരുന്നു. അതേപോലെ അവർക്ക് അനുഗ്രഹിക്കാൻ കഴിവുള്ളവരായിരുന്നു. ശാപങ്ങൾ ഇടാൻ കഴിവുള്ളവരായിരുന്നു. നാളെ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾക്ക് വളരെ മുന്നേ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു പവറാണ് പണ്ടുള്ള ആ ഗുരുക്കന്മാരൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ ചെയ്തിരുന്ന കാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ ടഫാണ്. ഒരിക്കലും നമ്മളുടെ മെൻ്റൽ പ്ലെയിൻ ആ ഒരു ഡയമെൻഷനിലേക്ക് എത്തിച്ചേരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 7 ലേയേഴ്സിലൂടെയാണ് ഹ്യൂമൻ ബോഡി സഞ്ചരിക്കുന്നത്. ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 3 ഡയമെൻഷനിൽ നമ്മൾ ഇന്ദ്രിയങ്ങളാണ് ഉപയോഗിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കണക്ടറായിട്ട് പ്രാണ യൂണിവേഴ്സിലേക്ക് നമുക്ക് കർമ്മേന്ദ്രിയങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെൻ്റൽ യൂണിവേഴ്സിൽ നമ്മൾ അറിവ്, ചിന്ത ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സൈക്കോളജിക്കൽ യൂണിവേഴ്സിൽ നമ്മൾ പാറ്റേണുകളാണ്, ബുദ്ധി, ബോധം, ഒരു തലത്തിലുള്ള അറിവും ഇൻ്റലക്ച്വൽ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ സൈക്കോളജിക്കൽ ടൈം ലൂപ്പുകളൊക്കെയാണ്. ടൈം ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഓരോ ഇമോഷനും ഓരോ ടൈം ലൂപ്പിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരേ ടൈമിലല്ല, അവിടെ മെൻ്റൽ പ്ലെയിനിൽ ഒരേ ടൈമിലല്ല സഞ്ചരിക്കുന്നത്. അതേപോലെ നമ്മൾ അറ്റോമിക് ടൈം ക്ലോക്കിലേക്ക് എത്തുമ്പോൾ അവിടെ കോൺഷ്യസ്നസ്, ബോധം, ആ ബോധതലത്തിലെത്തുമ്പോൾ അവിടെ ബോധം തന്നെയാണ് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എല്ലാമായിട്ടിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അതാണോ ഒരു ഹ്യൂമൻ്റെ ലൈഫിൻ്റെ എൻഡ് എന്ന് ചോദിച്ചാൽ, ഞാൻ ബോധമാണ് എന്നൊക്കെ പറയുന്നവർ അതിനപ്പുറത്തേക്കും ഒരുപാട് അനന്തമാണ് യഥാർത്ഥ ഞാൻ എന്നതിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ അവിടെ ബോധം തന്നെയാണ് കണക്ടറാവുന്നത്. ഫിസിക്കൽ ഡയമെൻഷനിൽ ഇന്ദ്രിയങ്ങളാണ് കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ബോധം തന്നെയാണ് എല്ലാമായിട്ടിരിക്കുന്നതും ബോധം തന്നെയാണ് കണക്ടറായിട്ടും വർക്ക് ചെയ്യുന്നതും. അതിനപ്പുറത്തേക്ക് ഒരു പടി കടക്കുമ്പോഴാണ് അവയർനെസ്, അവബോധ തലത്തിലേക്ക് എത്തുമ്പോഴാണ്, അവയർനെസ് എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് ബോധത്തിലുണ്ടാകുന്ന ആദ്യ സ്പന്ദനം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒബ്സർവർ മോഡിൽ നമ്മൾ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒബ്സർവർ മോഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒബ്സർവർ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒബ്സർവർ മോഡിലെത്തുക. ഒബ്സർവർ മോഡിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെയാണ് ബ്രഹ്മതലം എന്ന് പറയുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് സംഭവിക്കുന്നത്. ആ ബ്രഹ്മതലത്തിൽ നമ്മൾ ഒബ്സർവർ മോഡിലാണ് എങ്കിൽ ബോധത്തിലുണ്ടാകുന്ന ആദ്യ സ്പന്ദനമാണ് സങ്കല്പം എന്ന് പറയുന്നത്. സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഭാവനകളെയാണ് സങ്കല്പം എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ സങ്കല്പം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ലൈറ്റ് എനർജിയാണ്. അത് ആദ്യ ഇച്ഛാശക്തി എന്നുകൂടി അതിന് പറയാം. പവർ ഉണ്ട് അതിന്. അപ്പോൾ ആദ്യ ചലനം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എവിടെയാണ്? ആ ബ്രഹ്മതലത്തിൽ, അവയർനെസ് തലത്തിലാണ്. അവിടെ ഓരോ കൽപ്പന ആദ്യം ഉയരും, ചിന്ത ഉയരും. ആ ചിന്തയെ ബേസ് ചെയ്തുകൊണ്ടാണ് തിങ്കിങ് ആരംഭിക്കുന്നത്, ചിന്തകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ചിന്ത, ആ റൂട്ട്, ആദ്യ സ്പന്ദനം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് കടക്കാം. അവിടെ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇച്ഛാശക്തി നമ്മളുടെ ആന്തരികമായ ആ ഒരു ബോധത്തിൻ്റെ തലത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ആദ്യ സങ്കല്പ ശക്തിയാണ്. അതിന് ഒരു മൗനസ്പന്ദനം എന്നുകൂടി പറയാം. അവിടെ സങ്കല്പശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിന് നമ്മൾ അവയർനെസ് മോഡിലല്ല എങ്കിൽ അൺകോൺഷ്യസ് ആയിട്ട് ക്രിയേഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. നാളെ നമ്മൾ മറ്റുള്ളവരോട് എന്ത് സംസാരിക്കണം എല്ലാം അവിടെ പ്ലാനിങ്ങിൽ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ഒബ്സർവർ മോഡിലാണ് എങ്കിൽ
നാളെ നമ്മൾ എന്ത് മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമെന്നും മറ്റുള്ള വ്യക്തികൾ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നും വ്യക്തമായിട്ട് അവിടെ കേൾക്കാൻ സാധിക്കും. ആ ഒരു തലം എന്ന് പറയുന്നത് സുതാര്യമാണ്. ആർക്കും അവിടെ ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. മറ്റുള്ള വ്യക്തികളുടെ സംഭാഷണങ്ങളും നമ്മൾക്ക് അവിടെ കേൾക്കാം. നമ്മളുടെ സംഭാഷണങ്ങളും അവരോട് മറുപടി പറയുന്നതും നമ്മൾക്ക് അവിടെ കേൾക്കാം. അപ്പോൾ ഓരോന്നും നമ്മൾ അറിയാതെയാണ് മറുപടി പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത് തന്നെയാണ് അവിടെ സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഒബ്സർവർ മോഡിലാണെങ്കിൽ മാത്രമാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. സാധാരണ നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു തലത്തിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും ഒബ്സർവർ മോഡിൽ സംഭവിക്കുന്ന ഈ ശബ്ദങ്ങളോ ഈ സംഭാഷണങ്ങളോ സുതാര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾക്ക് അറിയാനേ സാധിക്കില്ല. ഒബ്സർവർ മോഡിലെത്തിയ എല്ലാവർക്കും ഇത് കേൾക്കാൻ സാധിക്കും, ഇത് മുന്നേ കൂട്ടി അറിയാനും സാധിക്കും. നമ്മൾ പക്ഷെ ഒബ്സർവർ മോഡിലായിരിക്കണം. അപ്പോഴാണ് നമ്മൾ നാളെ എന്താണ് മറ്റുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് ആ ഒബ്സർവർ മോഡിലാണ് എങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കാട് കയറി തിങ്കിങ് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ ഡയമെൻഷനിലായിരിക്കും. അവിടെ സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ ലൂപ്പുകളാണ്, ഇമോഷണൽ ബ്ലോക്ക് പാറ്റേൺസുകളാണ്. ഓരോ ഇമോഷനിൽ പെട്ട് നമ്മൾ അറിയാതെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടൈം വളരെ റിപ്പീറ്റഡ് ആണ്. ഇപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായി എന്ന് വെച്ചോളൂ, ആ സങ്കടം വീണ്ടും വേറൊരു രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ സങ്കടം എന്നുള്ള ലൂപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് അടുത്ത തലത്തിലേക്ക് കടക്കാനേ പറ്റില്ല. കാരണം നമ്മൾ സൈക്കോളജിക്കൽ ഡയമെൻഷനിലാണ്, അൺകോൺഷ്യസ് ക്രിയേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവെയർനെസ്സിലാണ് എങ്കിലോ ബോധതലത്തിലുണ്ടാകുന്ന ഒരു ചെറിയ നേരിയ ചലനം പോലും നമുക്കറിയാൻ പറ്റും. അവെയർനെസ്സിലേക്ക് എത്തിയിട്ട് നമ്മൾ ഈ ഒരു സൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങൾ സുതാര്യമാണ് എന്നുള്ളത് മനസ്സിലാകും. അവെയർനെസ്സിൽ എത്തിയാൽ മാത്രമാണ് മനസ്സിലാകുക. ഓരോ വ്യക്തികളുടെയും നമ്മളുടെ സറൗണ്ടിങ്സിൽ നമ്മൾക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ പല വ്യക്തികളും അവിടെ എന്താണ് സംസാരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മളുടെ ഫോക്കസ്, ആ ഫോക്കസിലുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ഒബ്സർവർ മോഡിലായിരിക്കണം. എങ്ങനെയാണ് ഒബ്സർവർ മോഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത്, നമ്മൾ അതിനൊരു ഏതെങ്കിലും ഒരു ശബ്ദത്തെയോ ചെറിയ നേർത്ത ശബ്ദത്തെയോ ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ആ ശബ്ദത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ചിന്തകളെ കുറച്ച് നേരം നിരീക്ഷിക്കാം. അങ്ങനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിന്തകൾ നമ്മളുടെ നിയന്ത്രണത്തിലേ അല്ല, വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് സെയിം മ്യൂസിക് തന്നെ ഉപയോഗിക്കണം. അടുത്ത ദിവസവും സെയിം മ്യൂസിക് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതേ സെയിം മ്യൂസിക് തന്നെ നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ ചിന്തകളെ നിരീക്ഷിച്ച് തുടങ്ങിയാൽ ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒബ്സർവർ മോഡിൽ എത്തിച്ചേരും. ഒബ്സർവർ മോഡിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ സുതാര്യമായിട്ട് എല്ലാവരുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളും അവിടെ സംഭാഷണങ്ങളായിട്ട് നടക്കുന്നത് കേൾക്കാൻ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നാളെ ഒരു വ്യക്തി നമ്മളോട് എന്ത് സംസാരിക്കും, നമ്മൾ മറ്റുള്ളവരോട് എന്ത് സംസാരിക്കും, അപ്പോൾ ആവശ്യമില്ലാത്തതാണ് എങ്കിൽ നമുക്കവിടെ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു പവർ കൂടി ഉണ്ട്. പക്ഷേ അതൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നാൽ മാത്രമാണ് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒബ്സർവർ മോഡിൽ എത്തിച്ചേരുക എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. ആദ്യകാലത്ത് മനുഷ്യനുണ്ടായിരുന്ന ഒരു പവർ തന്നെയാണിത്. പക്ഷേ എപ്പോഴേക്കോ ആ ഒരു സൂപ്പർ പവറുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം അത്രയും അധികം ഫാസ്റ്റായിട്ടാണ് നമ്മളുടെ എൻട്രോപ്പി മോഡലിലാണ് മൈൻഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ടെക്നോളജി കണ്ടുപിടിച്ച നാളെ അടുത്ത പുതിയ ആ ഒരു തലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത്രയും സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ബോധത്തിൻ്റെ ആദ്യ ചലനത്തിലേക്കൊന്നും നമുക്ക് എത്തിച്ചേരാനേ പറ്റാറില്ല.
പക്ഷേ നമുക്ക് എത്തിച്ചേരാൻ വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മ്യൂസിക് കണ്ടിന്യൂസ് ആയിട്ട് അതേ മ്യൂസിക് തന്നെ കേട്ട് ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കണം, തുടർച്ചയായി ചിന്തകളെ നിരീക്ഷിക്കണം. അങ്ങനെ ഓരോ ചിന്തയും കടന്നു പോകുമ്പോൾ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം. തിങ്കിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടെ വരെ നമ്മൾക്ക് ആ തിങ്കിങ് കൊണ്ടുപോകണം, എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ തിങ്കിങ് എന്നുള്ളത് ആവശ്യമില്ലാത്തതാണ് എങ്കിൽ നെക്സ്റ്റ് എന്ന് കമാൻഡ് കൊടുത്തുകൊണ്ട് അടുത്ത എന്ത് ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് വാച്ച് ചെയ്യണം. നെക്സ്റ്റ് ചിന്ത വന്നു, അപ്പോഴും നമ്മൾ പ്രതികരിക്കേണ്ട, അടുത്തയിലേക്ക് പോവാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ എത്തിച്ചേരുന്നത് ആ ബോധതലത്തിലേക്കാണ്, അവെയർനെസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരും. സ്പേസ് എന്നുള്ളൊരു തലത്തിലേക്ക് എത്തിച്ചേരും. അതായത് ചിന്തകൾക്കിടയിലുള്ള രണ്ട് സ്പേസിൻ്റെ ഇടയിൽ എത്തിച്ചേരും. അവെയർനെസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ബോധത്തിലുണ്ടാകുന്ന ചെറിയ നേർത്ത ചലനം പോലും നമുക്ക് അറിയാൻ പറ്റും. അവിടെ ചിന്തകൾ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടാവില്ല. ഓരോ ചിന്തകൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടാവും. ഈ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളുടെ പൂർവ്വകാല സ്മൃതികളിൽ നിന്ന് തന്നെയാണ് ചിന്തകൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നൊക്കെയാണ് ചിന്തകൾ വരുന്നത്. പക്ഷേ നമ്മൾ നിരീക്ഷിക്കുകയാണ് എങ്കിൽ ഈ ചിന്തകൾ വരുന്നത് ഏത് വ്യക്തിയുടെ ഭാഗമായിട്ടാണ്, ഏതെല്ലാം വ്യക്തികളുടെ ഭാഗമായിട്ടാണ് ഈ ചിന്തകൾ വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആദ്യത്തെ ദിവസം നമ്മളിതൊരു റൈറ്റിംഗ് പാഡ് കൊണ്ട് ഏതൊക്കെ വ്യക്തികളാണ് നമ്മളുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ കൊണ്ടുവരുന്നത് എന്ന് വ്യക്തികളുടെ നെയിം ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിരുന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഈ വ്യക്തികളൊന്നുമില്ല, അവസാനം നമ്മളുടെ ചിന്ത ആ ഒരു ബോധതലത്തിലെത്തുമ്പോൾ പ്യുവറായി മാറുന്നത് കാണാം. അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളും ആ കോൺഷ്യസ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമാണ് ആ ബ്രഹ്മതലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ആ ബ്രഹ്മതലത്തിലേക്ക് നമ്മൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ചിന്തയും നമ്മളിലേക്ക് ആ ഒരു ഉയർന്നു വരുന്നത് അപ്പോൾ തന്നെ റൂട്ടിൽ തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ആദ്യ സ്പന്ദനം, മൗനസ്പന്ദനമാണ്, ആദ്യ സങ്കല്പമാണ്, ആ ഒരു ശക്തിയാണത്. അത് ഡിവൈൻ ലൈറ്റാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡെപ്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ബ്രഹ്മാസ്ത്ര, പാശുപതാസ്ത്ര, ആ തലത്തിലേക്കൊക്കെ ഈ ഒരു ബ്രഹ്മതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവനവന് തന്നെ അതിൻ്റെ അവനവൻ്റെ ടാലൻ്റ് അനുസരിച്ചിട്ട് എത്താൻ സാധിക്കും. ബ്രഹ്മാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു ചിന്ത, ഒരു സങ്കല്പം ഉദിക്കുമ്പോൾ തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ നമുക്ക് സാധിക്കും. അവിടെ കട്ട് ചെയ്യാൻ സാധിക്കും, അവിടെ അതിനെ നിഷ്കരണം, അതിനെ വേണ്ടാന്ന് വെക്കാൻ സാധിക്കും, ആ ചിന്തയെ ഇല്ലാതാക്കാൻ സാധിക്കും. അതവിടെ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ സങ്കല്പത്തിൽ എന്ത് സംഭവിക്കുന്നു അതാണ് ഫിസിക്കൽ യൂണിവേഴ്സിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഔട്ടറിലുള്ള ഏതെങ്കിലും ഫിസിക്കൽ ഒന്നിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് ഔട്ടറിലുള്ള ഒന്നിനെയും വ്യക്തികളെയോ വസ്തുക്കളെയോ ഒന്നും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഈ സങ്കല്പ ലോകത്ത് ആദ്യ ചിന്ത ഉയരുമ്പോൾ തന്നെ ആ വ്യക്തികളുടെ ആ മനോഭാവങ്ങളെയും ആ ഒരു നമ്മളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങളെയും ഒക്കെ അവിടെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വളരെ ഫോക്കസോടുകൂടി, കോൺഷ്യസോടുകൂടി നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ക്രിയേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ സംഭവിക്കില്ല. നമ്മൾ കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അവെയർനെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ. അപ്പോൾ ഒബ്സർവർ മോഡിൽ എത്തിച്ചേരാനാണ് എല്ലാവരും ആദ്യം ശ്രമിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള ഓരോ പവറുകൾ നമുക്ക് കിട്ടും. അതവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ആ ബ്രഹ്മലോകത്ത് എല്ലാം സംഭവിക്കുന്നത് സുതാര്യമായിട്ടാണ്. അവിടെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. എല്ലാ വ്യക്തികളുടെയും സംഭാഷണങ്ങൾ അവിടെ സുതാര്യമായിട്ട് കേൾക്കാം. നമ്മൾ ഏത് വ്യക്തിയുടെ സംഭാഷണത്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ അത് വ്യക്തമായിട്ട് സുതാര്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും.
പക്ഷേ നമ്മൾ ആ തലത്തിലേക്ക് ഒബ്സർവർ ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടാവണം. നമ്മൾ സാധാരണ ബീറ്റ ആ ഒരു ഫ്രീക്വൻസിയിലാണ്, വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഇതൊന്നും അറിയാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. നമ്മൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഒരു ഒബ്സർവർ മോഡിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുക. ആ സമയത്ത് നമ്മൾക്ക് ആ ബ്രഹ്മതലത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം കേൾക്കാനും അറിയാനും സാധിക്കും. ഈ നടക്കുന്ന ഈ സംഭാഷണങ്ങൾ തന്നെയാണ് അടുത്ത ദിവസം നമ്മൾ വ്യക്തികളോട് സംസാരിക്കാൻ പോകുന്നതും. ആ കാര്യങ്ങൾ തന്നെയാണ് അവർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നതും. അത് നിരീക്ഷിച്ചവർക്ക് മനസ്സിലാകും. പക്ഷെ ആ ബ്രഹ്മ തലത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിച്ചേർന്ന് അതിനെ നിരീക്ഷിക്കണം. നിരീക്ഷിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു തലത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഫിസിക്കലിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാകും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, നമ്മളാണ് നമ്മളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവം നമ്മൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ